ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16ാം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ മാത്രം. മത്സരരംഗത്ത് 890 സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കലാശക്കൊട്ട് ആവേശമാക്കാൻ മുന്നണികളും താരപ്രചാരകരും. വോട്ടെടുപ്പ് ദിവസവും തലേന്നും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യം നൽകുന്നതിന് മുൻകൂർ അനുമതി നിർബന്ധമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ആവശ്യത്തിന് ഭക്ഷ്യധാന്യ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് വേനൽമഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിലേക്കും 1 കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പഴുതടച്ച ഒരുക്കങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പശ്ചിമബംഗാളിലെ 1ാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള പത്രികാ സമർപ്പണം പൂർത്തിയായി. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഈ മാസം 9-നാണ് വോട്ടെടുപ്പ്. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും വോട്ടുറപ്പിക്കാനുള്ള പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. നാളെ നടക്കുന്ന കൊട്ടിക്കലാശത്തിന് തയ്യാറെടുപ്പിലാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ. നാളെ വൈകിട്ട് 6 മണിവരെയാണ് പരസ്യപ്രചാരണം. പിന്നീട് നിശബ്ദ പ്രചാരണമാണ്. NDAയുടെ പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷാ ആലപ്പുഴയിൽ റോഡ് ഷോയിൽ പങ്കെടുത്തു. CPM നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പ്രചാരണത്തിലാണ്. UDF-നായി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി പാലക്കാടും പ്രിയങ്ക ഗാന്ധി കണ്ണൂരും കോഴിക്കോടും പ്രചാരണം നടത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെ തിരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിച്ചിട്ടുള്ളവർക്കായുള്ള വോട്ടർ ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങളും സജീവമാവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. സംസ്ഥാന, മേഖല, ജില്ലാ തലങ്ങളിലായി 3 തട്ടുകളുള്ള സംവിധാനം ഒരുക്കിയാണ് തപാൽ വോട്ടുകളുടെ കൈമാറ്റം വേഗത്തിലാക്കുന്നത്. തപാൽ ബാലറ്റ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ ഈ കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. ഇതോടൊപ്പം സംസ്ഥാനത്തൊട്ടാകെയുള്ള വോട്ടിംഗ് ഫെസിലിറ്റേഷൻ കേന്ദ്രങ്ങൾ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിച്ചിട്ടുള്ളവർക്ക് വോട്ട് ചെയ്യാൻ തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കും വിധമാണ് ഈ സംവിധാനങ്ങൾ ഏപ്രിൽ 8 വരെ പ്രവർത്തിക്കുന്നത്. അതിനിടെ വീടുകളിൽ വോട്ടിങ്ങിന് അപേക്ഷിച്ചിരുന്ന 85 വയസ്സിന് മുകളിലുള്ള 1,45,598 മുതിർന്ന പൗരന്മാരിൽ 95.84% പേരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. വോട്ടെടുപ്പ് ദിവസവും തലേന്നും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യം നൽകുന്നതിന് മീഡിയ മോണിറ്ററിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9-നും തലേ ദിവസമായ ഏപ്രിൽ 8-നും നിയന്ത്രണം ബാധകമാണ്. തെറ്റിദ്ധാരണാജനകമോ വിദ്വേഷം പരത്തുന്നതോ ആയ പരസ്യങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദോഷകരമായി ബാധിക്കാതിരിക്കാനാണ് നടപടി. കോട്ടയം ജില്ലയിലെ NDAയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. പുതുപ്പള്ളി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ പ്രചാരണത്തിനായി തെലങ്കാന മന്ത്രി മുഹമ്മദ് അസറുദ്ദീൻ, രാജസ്ഥാൻ പ്രതിപക്ഷ നേതാവ് ടിക്കാറാം ജൂലി, കർണാടക മന്ത്രി KJ ജോർജ് എന്നിവർ എത്തി. LDF സ്ഥാനാർത്ഥികൾക്കായി മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പത്തനംതിട്ട ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ. ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാർക്ക് മൊബൈൽ ഫോണുകൾ അനുവദനീയമല്ലെന്നും പ്രവേശന കവാടത്തിന് പുറത്തുള്ള മൊബൈൽ ഡിപ്പോസിറ്ററിയിൽ ഫോൺ സൂക്ഷിക്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ പോളിംഗ് ബൂത്തുകളിലും 100% വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും ശ്രീ പ്രേംകൃഷ്ണൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദമാക്കുന്നതിനായി ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ പുനരുപയോഗപ്പെടുത്തി ഹരിത മൊബൈൽ ഫോൺ കീപ്പിംഗ് പൗച്ചുകൾ നിർമ്മിച്ച് എറണാകുളം ജില്ലാ ഭരണകൂടം. ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ, ക്ലീൻ കേരള കമ്പനി എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്. എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്ലോത്ത് കളക്ഷൻ ഡ്രൈവിലൂടെ ശേഖരിച്ച കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പൗച്ചുകൾ നിർമ്മിച്ചത്. ജില്ലയിലെ 3148 പോളിംഗ് ബൂത്തുകളിലേക്കായി ഏകദേശം 3200 മൊബൈൽ പൗച്ചുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് നിർമ്മാണം. വോട്ടിന്റെ രഹസ്യ സ്വഭാവം സംരക്ഷിക്കുന്നതിനും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായും പോളിംഗ് ബൂത്തിനകത്ത് മൊബൈൽ ഫോൺ പ്രവേശിപ്പിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചതിനാലാണ് മൊബൈൽ കീപ്പിംഗ് പൗച്ചുകൾ ആവശ്യമായി വന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്വീപ് വോട്ടർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി
പാലക്കാട് കാളവണ്ടി റാലി സംഘടിപ്പിച്ചു. പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച റാലി സ്റ്റേഡിയം സ്റ്റാൻഡ്, സുൽത്താൻപേട്ട, മോയിൻ സ്കൂൾ, ശകുന്തള ജംഗ്ഷൻ, ടൗൺ സ്റ്റാൻഡ്, മിഷൻ സ്കൂൾ വഴി തിരിച്ച് സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ യുവാക്കളെ ബോധവൽക്കരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയ ഡാൻസ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റാപ്പ് ഗാനത്തിനൊപ്പം ആവേശകരമായ നൃത്ത ചുവടുകളുമായി എത്തുന്നത്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി, അസിസ്റ്റന്റ് കളക്ടർ ശിവശക്തിവേൽ എന്നിവരുൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഉൾപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും കേൽക്കറിനൊപ്പം പ്രചാരണ വീഡിയോയിലുണ്ട്. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിച്ചു. 3400-ലധികം സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം. വോട്ടെടുപ്പ് ഈ മാസം 23-ന് നടക്കും. അടുത്ത മാസം 4-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് കേരളത്തിന് നൽകിയ പരിസ്ഥിതി അനുമതി ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങിയ ബെഞ്ചാണ് തള്ളിയത്. ഉയർന്ന ജനസാന്ദ്രതയും ഭൂമി ഏറ്റെടുക്കുന്നതിലെ ബുദ്ധിമുട്ടും കാരണം റോഡുകളിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് പദ്ധതി പുതുജീവൻ നൽകുമെന്നും കോടതി നിരീക്ഷിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ആവശ്യത്തിന് ഭക്ഷ്യധാന്യ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ ഉപഭോക്തൃകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്രയാണ് ഇക്കാര്യം അറിയിച്ചത്. അവശ്യ സാധനങ്ങളുടെ വിലയും വിതരണവും ഉൾപ്പെടെ സർക്കാർ നിരീക്ഷിച്ചു വരുന്നതായും അദ്ദേഹം പറഞ്ഞു. There has been no unusual volatility in the prices of the essential commodities. Now the production of pulses this year is higher than what we had in the previous year. Government maintains a buffer of pulses. So the present stock of buffer that we have of pulses is 28 lakh metric ton. സംസ്ഥാനത്ത് വേനൽ ചൂടിന് കാഠിന്യമേറി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ഉൾപ്പെടെ പൊതുജനങ്ങൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പകൽ 11 മുതൽ 3 മണിവരെ വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അതേസമയം വേനൽ മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. സ്ത്രീകളുടെ സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കാൻ രാജ്യത്ത് ശക്തമായ നിയമങ്ങളുണ്ടെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രാഘർ. സ്ത്രീകളുടെ പ്രശ്നങ്ങളെയും ശാക്തീകരണ സംരംഭങ്ങളെയും കുറിച്ച് ആകാശവാണി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അവർ. നിയമപ്രകാരമുള്ള അവകാശങ്ങൾ എല്ലാ സ്ത്രീകളും വിനിയോഗിക്കണമെന്നും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവസരവും തുല്യ ബഹുമാനവും ഉറപ്പാക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 787 പോയിന്റ് ഉയർന്ന് 74,106-ലും നിഫ്റ്റി 225 പോയിന്റ് നേട്ടത്തിൽ 22,968-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 140 രൂപ ഉയർന്ന് 13,810 രൂപയും പവന് 1,120 രൂപ വർദ്ധിച്ച് 1,10,480 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 16ാം കേരള നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ മാത്രം. മത്സര രംഗത്ത് 890 സ്ഥാനാർത്ഥികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കലാശക്കൊട്ട് ആവേശമാക്കാൻ മുന്നണികളും താരപ്രചാരകരും. വോട്ടെടുപ്പ് ദിവസവും തലേന്നും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യം നൽകുന്നതിന് മുൻകൂർ അനുമതി നിർബന്ധമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ആവശ്യത്തിന് ഭക്ഷ്യധാന്യ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് വേനൽമഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.